നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. തച്ചോളി മാണിക്യത്ത് മേപ്പയിൽ ഉപ്പാട്ടിയമ്മയുടെ രണ്ടാമത്തെ മകൻ ഒതേനക്കുറുപ്പിൻ്റെ വീരകഥകളാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില സ്വഭാവ വിശേഷങ്ങൾ കാണിക്കുന്ന ഒരു കഥയാണ് ഈ പൊന്മാല കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണനും അദ്ദേഹവും തമ്മിൽ വളരെ സുഹൃത്താണ്. പക്ഷേ രണ്ടുപേരുടെ ഒരു അനുഭവമാണ് ഈ കഥ. ഇപ്പം നമ്മൾ എവിടെയാണ് പറയുന്നത്? പൊന്മാല കുഞ്ഞിക്കണ്ണൻ അങ്ങനെ ഈ കോട്ടയിൽ ബയലേരിക്കോട്ടയിലെ കന്നിക്കുഞ്ഞനെ കാണാനായിട്ട്, കന്നിക്കുഞ്ഞൻ അതീവ സുന്ദരിയായൊരു സ്ത്രീയാണ്, 14 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി കാണാനായിട്ട് ചെന്ന് കിടന്നുറങ്ങുന്ന നേരത്ത് ചെന്ന് തട്ടി വിളിച്ചു. എന്തൊരുറക്കാണ് കന്നി, നീ എഴുന്നേക്ക് എൻ്റെ കന്നി എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഞെട്ടിയുണർന്നല്ലോ കന്നിക്കുഞ്ഞൻ. ഈ ഒരു പുരുഷ ശബ്ദം തൻ്റെ അറയിൽ കേട്ടപ്പോൾ ഈ കന്നി ഞെട്ടി ഉണർന്നു. കണ്ണനെ കണ്ണാലെ കാണുന്നേരം തൻ്റെ മുൻപിൽ രാജകീയ വേഷമണിഞ്ഞ് ഒരു പുരുഷൻ നിൽക്കുകയാണ് തൻ്റെ കിടക്കയ്ക്ക് അരികിലായിട്ട്. കന്യങ്ങ് ഞെട്ടിപ്പോയി. ഉടനെ കന്നി വിളിച്ചു പറയണം എന്താണെന്നറിയാമോ? എല്ലാവരും നേരത്തെ അത്താഴമുണ്ട്, കാവൽക്കാരൊക്കെ കിടന്ന് നല്ല ഉറക്കമല്ലേ, കോട്ടയ്ക്കകത്ത് കള്ളം കയറിയത് നിങ്ങൾ കണ്ടില്ലല്ലേ, കള്ളനെ പിടിച്ച് നിങ്ങൾക്ക് അറയിലാക്കാനായില്ലല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്നുകൊണ്ട് ഇതായി. കള്ളം കയറിയത് കണ്ടില്ലേ എന്ന് വെച്ചു. അപ്പോൾ ഉടൻ തന്നെ ഈ ഇത് പറഞ്ഞു, ഇവർ പൊന്മാലക്കോട്ടവാണ കുഞ്ഞ് പറയാണ്, അങ്ങനല്ല കന്നി കുഞ്ഞാ. അതായത് കള്ളം കയറി നിങ്ങൾ കള്ളനെ പിടിച്ച് കെട്ടിയില്ലേ എന്ന് പറഞ്ഞു അങ്ങനല്ല കന്നി കുഞ്ഞാ, അങ്ങനെയൊന്നുമല്ല കന്നി കുഞ്ഞാ, അതൊന്നുമല്ല കാര്യം. കള്ളനെന്നെ നീ വിളിക്കറാ, നീ കള്ളനെന്ന് നീ എന്നെ വിളിക്കാനേ പാടില്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയാമല്ലോ, അത് നിനക്കറിയണ്ടേ. പൊന്മാലക്കോട്ട വാഴും കണ്ണൻ ഞാനേ, പൊന്മാലക്കോട്ട വാഴുന്ന കണ്ണനാണ് ഞാനൊരു കള്ളനുമല്ല എന്ന് പറയും. അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ട് എണീറ്റിരുന്ന് കഴിഞ്ഞിട്ട് പൊന്മാലക്കോട്ട വാണ കുഞ്ഞിക്കണ്ണ, തികഞ്ഞ ബഹുമാനത്തോടെ കന്നി ചോദിക്കുക, പൊന്മാലക്കോട്ട വാണ കുഞ്ഞിക്കണ്ണ, ഇത്ര ഉറപ്പുള്ള കോട്ടയിലെന്ത് കോട്ടയിലാണ് നീ ഇത്രമാത്രം ഉറപ്പുള്ള ഈ കോട്ടയ്ക്കകത്തേക്ക് ഇങ്ങെങ്ങനെ വന്നെൻ്റെ കുഞ്ഞിക്കണ്ണ, നിങ്ങെങ്ങനെ വന്നെൻ്റെ കുഞ്ഞിക്കണ്ണ, നീ എങ്ങനെ കുഞ്ഞിക്കണ്ണ ഇങ്ങോട്ട് വന്ന്? അപ്പോൾ പറഞ്ഞു, അതൊക്കെ പറയാം, അതൊക്കെ എൻ്റെ സൂത്രവും കൗശലവും കൊണ്ട് ഞാനിവിടെ വന്നു. ഇപ്പോൾ നേരം ഒരുപാട് രാത്രി അതുകൊണ്ട് പായാരം പോട്ടെൻ്റെ കന്നി കുഞ്ഞാ, ഒരുപാട് നേരം കാര്യം കഥയൊക്കെ പറഞ്ഞിരിക്കാനുള്ള സമയമില്ല ഈ രാത്രി എനിക്ക്. അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ല സംഗമത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നീ വെറ്റില ചുരുട്ടെൻ്റെ കന്നി കുഞ്ഞാ. അപ്പോൾ സ്നേഹബന്ധത്തിൻ്റെ ഒരു അടയാളമായിട്ടന്ന് വഴങ്ങുന്ന ഭാര്യയാണെങ്കിൽ വെറ്റില ചുരുട്ടി ഭർത്താവിന് കൊടുക്കും. ആ വെറ്റില വാങ്ങിച്ച് ഭർത്താവ് തിന്നാൽ അവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെ സ്നേഹ ഉള്ളവരായി എന്നാണ് അർത്ഥം. അതുകൊണ്ട് വേഗം ഇയാൾ പറയാം, വെറ്റില ചുരുട്ടെൻ്റെ കന്നിക്കുഞ്ഞ, നീ വേഗം തന്നെ വെറ്റില ചുരുട്ടെ, എനിക്കിപ്പം വേഗത്തിൽ പോക വേണം, വേഗം വെറ്റില ചുരുട്ടി എനിക്കിതാ, ഞാൻ വെറ്റില തിന്നട്ടെ, നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഭാര്യാഭർത്താക്കന്മാരെ പോലെ ശാരീരിക ബന്ധം പുലർത്താം എന്ന് പറയാണ്. ഉടൻ തന്നെ ഈ കുഞ്ഞിക്കഞ്ഞി പറഞ്ഞു, അത് പൊന്മലക്കോട്ട വാണ കുഞ്ഞിക്കണ്ണ, കാര്യം പൊന്മലക്കോട്ടയിലെ കുഞ്ഞിക്കണ്ണനാണ്. എങ്ങനെ വെറ്റില ചുരുട്ടേണ്ടത്? ഞാൻ എങ്ങനെയാണ് വെറ്റില ചുരുട്ടി തരണത്? എനിക്കതിന് പറ്റില്ല. ബയനേരി കൂലോത്തെ തമ്പൂരാൻ്റെ, ബയനോരി കോലോത്തുള്ള തമ്പൂരാൻ്റെ അരിയും എനിക്ക് ചിലവിന് തരുന്നത് ആ തമ്പുരാനാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നേരുകേടാവില്ലേ, നെറിവുകേടാവില്ലേ, മര്യാദകേടാവില്ലേ, അത് സത്യവിരുദ്ധമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല. മാലയും തീർത്തങ്ങ് വച്ചേക്കുകയാണ് അദ്ദേഹം എന്നെ വിവാഹം ചെയ്യാൻ. എന്നെ മാലയതണിയിക്കാതെ ഞാനൊട്ടും വെറ്റില ചുരുട്ടൂലാലോ. ആ മാല അണിഞ്ഞ് ഞാൻ തമ്പുരാന് വേണ്ടി വെറ്റില ചുരുട്ടുന്നതല്ലാതെ പൊന്മാല കണ്ണന് മറ്റൊരാൾക്കും ഞാൻ വെറ്റില ചുരുട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ
തമ്പുരാൻ വർത്തമാനം അറിഞ്ഞ ഈ കുഞ്ഞിക്കണ്ണൻ ഇവിടെ വന്നു, ഞാൻ വെറ്റില ചുരുട്ടി, നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധം നടത്തിയെന്ന് അറിഞ്ഞ തമ്പുരാൻ എന്നെയും കൊന്നിന്ന് തിന്നുമല്ലോ. ആ തമ്പുരാൻ എൻ്റെ കഴുത്ത് വെട്ടി എന്നെ കൊന്നു തിന്നും. അത്രയ്ക്ക് ദേഷ്യം ശുണ്ഠിയുള്ളവരാണ്. പറഞ്ഞ് തികമൊട്ടിയവരെ വെറ്റില കുഞ്ഞിക്കണ്ണന് തോന്നി അത്ര പെട്ടെന്ന് വഴങ്ങില്ല. കുഞ്ഞിക്കണ്ണൻ വളരെ നയപൂർവം, പൊന്മാല കുഞ്ഞിക്കണ്ണന് തന്ത്രപൂർവം ഈ കന്നിയോട് നർമ്മസല്ലാപങ്ങളൊക്കെ നടത്തി ക്രമേണ അവളെ പറഞ്ഞ് പാട്ടിലാക്കി. വെറ്റില ചുരുട്ടി കൊടുത്തോള്. ഒടുക്കം കന്നി വെറ്റില ചുരുട്ടി കണ്ണന് കൊടുത്തു. എന്നിട്ടോ 7 വട്ടം വെറ്റില ചുരുട്ടിയവള് 7 പ്രാവശ്യം വെറ്റില ചുരുട്ടി കൊടുത്തു. 7 വാങ്ങി തിന്നവനും 7 പ്രാവശ്യം ചുരുട്ടി കൊടുത്ത വെറ്റില മുഴുവൻ അങ്ങോട്ട് തിന്നുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ 101 പൊന്നരിങ്കമാല. അവരുടെ സംഗമം കഴിഞ്ഞപ്പോൾ 101 പൊന്നിൻ്റെ അരിങ്കമാല, അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച മാല കൊടുത്തവനും കന്നിക്കെടുത്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സുഖമായി കൂടി. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും തലക്കോഴി കൂവലൂ കേട്ടു കണ്ണൻ. രാവിലെ പ്രഭാതത്തിൽ കോഴി കൂവുന്ന ശബ്ദം കേട്ടു. ഉടൻ തന്നെ പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ പോകണം. അച്ഛൻ ഉണരും മുമ്പേ. അച്ഛൻ്റെ പള്ളിക്കുറുപ്പെന്ന് പറഞ്ഞാൽ ഉറക്കത്തിന് പറയുന്നവർ, വലിയ ആൾക്കാരുടെ ഉറക്കത്തിനൊക്കെ നമ്മൾ പള്ളിക്കുറുപ്പെന്നാണ് പറയുക. അപ്പോൾ അച്ഛൻ്റെ പൊന്മാലക്കോട്ടയിലെ കുഞ്ഞിക്കണ്ണൻ്റെ അച്ഛൻ ഉറക്കത്തിൽ നിന്നുണരും മുമ്പേ എനിക്കിന്നതായങ്ങ വേണം, എനിക്ക് എത്രയും വേഗത്തിൽ അവിടെ എത്തണം. ആദിത്യനെ കണ്ടു കൈതൊഴുതാൽ. അച്ഛൻ എണീറ്റിട്ട് ആദ്യം തന്നെ സൂര്യഭഗവാനെ നോക്കി കൈതൊഴും. അത് കഴിഞ്ഞാൽ പിന്നെ കണി കാണും എന്നെ കന്നി. പിന്നെ അച്ഛൻ കണി കാണുന്നത് എന്നെയാണ്. ഞാൻ കിടക്കുന്ന അറയിലേക്കാണ് വരിക. എന്നിട്ട് എന്നെ കണി കണ്ട് പിന്നെ കുതിരൻ്റെ പന്തി പോകും. കുതിരകളെ കെട്ടിയിരിക്കുന്ന കുതിരാലയത്തിലേക്ക് പിന്നീട് അച്ഛൻ പോകും. അവിടെ ചെല്ലുമ്പോൾ പുല്ലോട്ടു നേരം പുലരും മുമ്പേ, സൂര്യൻ ഉദിച്ച് പൊങ്ങി വരുന്നതിന് മുൻപായിട്ട് പള്ളിക്കുറുപ്പുണരുന്ന മുമ്പേ എനിക്കോടെ എത്തണം കുഞ്ഞിക്കന്നി. പിന്നെ പന്തി പോയിട്ട് മണി കുതിരയെ കാണും. അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു രീതി. അപ്പോൾ ഈ നേരം പ്രഭാതമായിട്ട് അച്ഛൻ പള്ളിക്കുറുപ്പുണരും മുമ്പ് എനിക്ക് പോകണം. അത് കേട്ടപ്പോൾ പോകുകയാണ് ഇപ്പോൾ എന്ന് കണ്ട വഴിക്ക് കൊന്നിക്ക് സങ്കടമായില്ലേ. ഇത്ര നേരമല്ലേ ആയുള്ളൂ വന്നു കഴിഞ്ഞെങ്കിലും ഈ സുന്ദരനായ യുവരാജാവ് തന്നെ അങ്ങ് മയക്കി. ബൈലേരിക്കോലത്തെ തമ്പുരാനെയൊക്കെ പറഞ്ഞിട്ടും ഒരു പേടിയും കൂടാതെ തന്നോടുകൂടി ശയനം നടത്തി. അങ്ങനെ ധീരനും വീരനുമായ സുന്ദരനുമായ ഈ പടക്കുറുപ്പ് പൊന്മാല കുഞ്ഞിക്കണ്ണൻ തൻ്റെ കൂടെ ഒരു രാവ് ചിലവഴിച്ചിട്ട് വിളിച്ചാകുമ്പോഴത്തേക്കും നേരത്തെ എണീറ്റ് പോകുകയെന്ന്. അപ്പോൾ ഉടൻ തന്നെ പോയി. അപ്പോൾ അവർ ബന്ധുക്കളായി കഴിഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ കന്നി പറയാണ്, പൊന്മാല കോട്ടവാണതെൻ്റെ ബന്ധു, എൻ്റെ ബന്ധുവായിട്ടുള്ള കുഞ്ഞിക്കണ്ണനാണ് ഇപ്പോൾ പൊന്മാലക്കോട്ടയിലെ ബന്ധുവാണ് നീ. എന്നെ ആരിക്കിട്ടേച്ചാ പോണു ബന്ധു, എന്നെ ആരെ ഏൽപ്പിച്ചിട്ടാ എൻ്റെ ബന്ധു ഇപ്പോൾ പോകുന്നത്? എനിക്കേതാനാപത്ത് വന്നെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ, നമ്മൾ തമ്മിൽ ശാരീരിക വീഴ്ചയൊക്കെ നടത്തിയില്ലേ, അപ്പോൾ ആപത്ത് വരിക എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഞാനെങ്ങനെ ഗർഭിണിയായിപ്പോയാൽ വന്നെങ്കിൽ എനിക്കിന്നതാരാസാഖിയെ ബന്ധു, ആരാ എനിക്കൊരു കൂട്ടായിട്ടുള്ളത്, ഒരു സഖിയായിട്ടുള്ളത്, ഒരു സഹായമായിട്ടുള്ളത്? ആര് വരണു ഇവിടെ? ആരുണ്ട് എന്നെ സഹായിക്കാൻ? ഇനിയെപ്പം കാണുന്നു ബന്ധു
മോനെ ഞാൻ. ഇനി എൻ്റെ ബന്ധുവായ ഈ കുഞ്ഞിക്കണ്ണ, ഞാൻ എപ്പോഴാണ് നമ്മൾ തമ്മിൽ ഇനി കാണുക എന്ന് പറഞ്ഞിട്ട് കന്നി അങ്ങോട്ട് കരയാൻ തുടങ്ങി. കന്നി കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ വൈലേരി കോട്ടവാണ കന്നി കുഞ്ഞാ, കണ്ണൻ ഇങ്ങോട്ട് പറയുക, വൈലേരി കോട്ടവാണ കന്നി കുഞ്ഞാ. വൈലേരി കോട്ടയിലെ കന്നി, എന്നാണേ നിന്നാണേ കന്നി കുഞ്ഞാ, നിന്നെ പിടിച്ച് എന്നെ പിടിച്ച് ഞാനിതാ സത്യം ചെയ്യാൻ, ഒരു നാളും നിന്നെ ചതിക്കൂല ഞാൻ, ഒരു നാളും ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കില്ല, അക്കാര്യം ഉറപ്പാണ്. നിനക്കേതാനാപത്ത് വരും കാലത്ത്, നിനക്ക് എപ്പോൾ എന്ത് ആപത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ബൈനേരി കോട്ടയിലുള്ള ആര്യത്തത്ത, ഈ ബൈനേരി കോട്ടയിലുള്ള ഒരു ആര്യത്തത്ത ഉണ്ടല്ലോ, ആര്യത്തത്ത നമ്മുടെ അടുത്ത സുഹൃത്താണ്. ആ തത്തക്കഴുത്തിലോല കൊടുത്തുട്ടാലേ, ആ തത്തയുടെ കഴുത്തിൽ ഒരു ഓലയിൽ കാര്യം എഴുതി നീ പറത്തിവിട്. ആ തത്ത അത് തീർച്ചയായിട്ടും പൊന്മാലക്കോട്ടയിലെ എൻ്റെ അടുത്ത് തീർച്ചയായിട്ടും എൻ്റെ പേരതാണ്, എൻ്റെ ഈ പേരതാണു കന്നി, പൊന്മാലക്കോട്ടയിലെ കുഞ്ഞിക്കണ്ണന് കൊടുക്കാൻ പറഞ്ഞ് നീ അരിത്തത്തോട് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കൊണ്ടുതരും എന്ന് പറയല്ല. കോട്ട പുറംഭാഗം വന്നു, വേഗം കോട്ടയുടെ പടിഞ്ഞാറ്റി കടന്ന് കോട്ടയുടെ പുറംഭാഗത്ത് വന്ന് നിന്ന്, എൻ്റെ പേരതാണെങ്കിലും നീ ഇന്നതാരോടും പറയ വേണ്ട, എൻ്റെ പേര് ഞാനിവിടെ വന്നു, എൻ്റെ പേര് നീ ആരോടും തന്നെ പറയണ്ട എന്നും പറഞ്ഞ് പോയി. അങ്ങനെ കോട്ടയുടെ പുറഭാഗത്ത് പോയി കുതിരയുടെ കെട്ടഴിച്ചു, കുതിര കടിഞ്ഞാണം മുറുക്കി പിടിച്ചു, കുതിരപ്പുറത്ത് പാഞ്ഞു കയറിക്കൊണ്ട് പൊന്മാലക്കോട്ടയ്ക്ക് പോരുന്നല്ലോ. പൊന്മാലക്കോട്ടയിലേക്ക് ഓടിപ്പോന്നു. പൊന്മാലക്കോട്ടയ്ക്കെന്നെത്തിയരത്ത്, പൊന്മാലക്കോട്ടയിലേക്ക് ഈ കുഞ്ഞിക്കണ്ണൻ കുതിരയെ ഓടിച്ചെത്തിയ നേരത്ത് കുതിരപ്പുറത്തൊന്നും കീഞ്ഞി കണ്ണൻ, കുതിരപ്പുറത്ത് നിന്നങ്ങോട്ട് ചാടി ഇറങ്ങി. എന്നിട്ടോ കുതിരേനെ പന്തിയിലും കെട്ടി കണ്ണൻ, കുതിരയെ വേഗം കൊണ്ടുപോയി കുതിരപ്പന്തിയിൽ അങ്ങോട്ട് കെട്ടിയിട്ടു. എന്നിട്ടു പടിഞ്ഞാറ്റേ പോരും നല്ലോ, കുഞ്ഞിക്കണ്ണൻ കിടന്നുറങ്ങണ പടിഞ്ഞാറ്റേ പോയിട്ട് സുഖമായി, എന്നിട്ടു സുഖമായി കൂടുന്നല്ലോ. അവിടെ ചെന്ന് പടിഞ്ഞാറ്റേ ചെന്ന് കിടന്നുറങ്ങി. അപ്പോൾ എന്താ ഉണ്ടായത് ഈ ഭാഗത്ത് ഈ രണ്ടാമത്തെ ദിവസം? പൂമാല കുഞ്ഞിക്കണ്ണൻ ബൈലേരിക്കോട്ട വാഴുന്ന കന്നിയുടെ അടുത്ത് പോയി. അവർ തമ്മിൽ ഒരു രാവ് ഒരുമിച്ച് ജീവിച്ച് തിരിച്ച് നേരം വിളിച്ചാകുമ്പോഴത്തേക്കും പൂമാലക്കോട്ടയിലെത്തി, തൻ്റെ കുതിരപ്പുറത്ത് കയറി. ഈ കാര്യം പൂമാല കുഞ്ഞിക്കണ്ണനും കന്നിക്കും മാത്രമേ അറിയുള്ളൂ. ഉദയനൻ ഈ കഥയിലേക്ക് വന്നിട്ടില്ല, ഉദയനൻ ഈ കഥകളൊന്നും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്ത പോലെ പൂമാല കുഞ്ഞിക്കണ്ണൻ അവിടെയും വയനേരി കോട്ടയിലെ കന്നിയും കുഞ്ഞൻ ഇവിടെയുമായിട്ട് കുറച്ച് നാളങ്ങനെ ജീവിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അങ്ങനെ സുഖമായി കൂടും നേരം വയനേരി കോട്ടവാണ കന്നിക്കുഞ്ഞൻ. അങ്ങനെ കുറച്ച് നാളങ്ങനെ സുഖമായിട്ട് കൂടുന്ന സമയത്ത് അക്കൂളി വഴുതി പേറുപോമായി, അക്കൂളി വഴുതി കേറുപോമായി. ഇത് വടക്കൻ പാട്ടിലെ ഭാഷകളാണ്, അവിടുത്തെ അന്നത്തെ കാലത്തെ സംസാര ഭാഷകളാണ്. അക്കൂളി അവളുടെ മാസക്കൂളി വഴുതി പോയി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വന്നില്ല. എന്നിട്ട് കെറുപ്പോമായി എന്ന് പറഞ്ഞാൽ ഗർഭിണിയായി. ഇപ്പം എന്താ ഈ കഥ? ബൈലേരിക്കോട്ടയ്ക്ക് വേണ്ട ബന്ദോബസ്തുണ്ട്. പടിഞ്ഞാറ്റി കിടന്ന് ഉറങ്ങിയിരുന്ന കന്നിയുടെ അടുത്ത് പൂമാലക്കോട്ടവാണ കുഞ്ഞിക്കണ്ണൻ വന്ന് സഹശയനം നടത്തി. കന്നി ഗർഭിണിയുമായി. ഇനി നമുക്ക് എങ്ങനെയാണ് ഗർഭിണിയായി എന്ന് മനസ്സിലായത്?
അങ്ങനെ ഗർഭിണിയായി എന്നുള്ള കാര്യം അറിഞ്ഞ വഴിക്ക് കന്നിക്ക് എന്താ വേണ്ടതെന്ന് പരിഭ്രമായി. ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. ഇനി എങ്ങനെ കന്നി ഇതിനെ അതിജീവിക്കും? തമ്പുരാൻ അറിഞ്ഞാൽ എന്താ കഥ? എങ്ങനെയാണ് പൂമാല കുഞ്ഞിക്കണ്ണനെ, പൊന്മാല കുഞ്ഞിക്കണ്ണനെ വിവരമൊന്ന് അറിയിക്കണത്? തനിക്ക് ആപത്ത് വന്നിരിക്കുകയാണ്. തൻ്റെ അമ്മായി എങ്ങാനും ഇതറിഞ്ഞാൽ മതി, കേമായി കഥ. ഇപ്പം തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് ധാരാളം പണം പറ്റിക്കൊണ്ടിരിക്കുക. ബദലേരിക്കോട്ടയിലെ അമ്മായി ഈ കന്നിയെ വിവാഹം ചെയ്ത് തമ്പ്രാന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത എങ്ങാനും അറിഞ്ഞാൽ പിന്നെ എന്താവും? കൊന്നു കളയില്ലേ? നമുക്ക് അടുത്ത ഭാഗം എന്തായി എന്ന് നോക്കാം. ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഉദയനക്കുറിപ്പിൻ്റെ കഥകൾ കേൾക്കൂട്ടോ.